അപ്പോൾ എന്റെ സന്മാർഗമാര് പിൻപറ്റുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് അവർക്ക് ദുഃഖിക്കണ്ട, അവർക്ക് പേടിക്കണ്ട. ഇതാണ് ഹിദായത്ത്. ഇതാണ് ഹിദായത്ത്. ഈ അറിവാണ് പ്രവാചകന്മാരിലൂടെ അള്ളാഹു നൽകിയത്. ഈ അറിവാണ് പ്രവാചകന്മാരിലൂടെ നൽകിയത്. എന്തിന്? അത് പേന കണ്ടെത്താനല്ല, ഡ്രസ്സ് കണ്ടെത്താനല്ല, മൈക്ക് മനസ്സിലാക്കാനല്ല, റോക്കറ്റ് കണ്ടുപിടിക്കാനല്ല. 4 കാര്യങ്ങളാണ് ബാങ്ക് വിളി കേൾക്കുമ്പോ ചെയ്യാനുള്ളത്. ഒന്ന് എഴുതിക്കോ. 1, ശ്രദ്ധിച്ച് മറുപടി പറയാം. 2, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് പറയാം. 3, സ്വലാത്ത്, ഇന്നക ഹമീദും മജീദ് വരെ പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കുക. 4, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ. അപ്പോൾ വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരിലൂടെ വഹി നൽകിയത് ദുനിയാവിന്റെ കണ്ടുപിടുത്തങ്ങൾക്കല്ല, ഭക്ഷണത്തിനല്ല, വസ്ത്രത്തിനല്ല, പാർപ്പിടത്തിനല്ല, പിന്നെയോ സ്വർഗം ലഭിക്കാനാണ്. അപ്പോൾ ഈ സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയുള്ള ഹുദ ആരുടെ കയ്യിൽ കൊടുത്തു? അംബിയ മുർസലുകളുടെ കയ്യിൽ കൊടുത്തു. എന്തിന്? സൂറത്ത് ജുമുഅ 2-ാമത്തെ ആയത്ത് എഴുതിയോ? ആരാടാ സംസാരിക്കുന്നത്? കുട്ടികൾ? എന്താ 2-ാമത്തെ ആയത്ത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലേ? അക്ഷരമെഴുതാനും വായിക്കാനും അറിയാത്തൊരു സമൂഹത്തിലേക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അയച്ചത് അള്ളാഹുവാണ്. എന്താ ചെയ്ത പണി? 1, യത്ലൂ അലൈഹിം ആയാതിഹി, ഓദിക്ക. ഓതടാ ഖുർആൻ, ഓതുക. പിന്നെയോ വയുസക്കീഹിം, സംസ്കരിക്കുക. ഓതിയ സംസ്കാരം ഉണ്ടാവോ? ഖുർആൻ ഓതിയ സംസ്കാരം ഉണ്ടാവോ? ഉണ്ടാകണമെങ്കിൽ അർത്ഥം അറിയണം. അഖീമുസ്സലാ, നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി നിർവഹിക്കണം. അപ്പോ അർത്ഥറിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും യുവാക്കളും വൃദ്ധരും പള്ളിയിൽ പോകും. അതുസ്സക്കാ, മനസ്സിലായാൽ സക്കാത്ത് കൊടുക്കും. അല്ലേ? മനസ്സിലായാൽ സക്കാത്ത് കൊടുക്കും. അവിടെയാണ് കുത്തിബ അലൈക്കുമുസ്സിയാം, റമദാനിൽ നോമ്പ് നിർബന്ധമാണ്. അപ്പൊ നോമ്പ് കൊടുക്കും. എങ്ങനെയായാൽ? അർത്ഥറിഞ്ഞാൽ. അല്ലെ? അതാണ് യുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. 3-ാമത്തെ കാര്യം, ഖുർആനും സുന്നത്തും. എന്ത്? ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിക്കുന്നു. ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിക്കുന്നു. അതിനാണ് റസൂല്. ഖുർആൻ നൂലുമ്മ കെട്ടിയിറക്കിയതല്ല. പിന്നെയോ നസല അലൈക്കൽ കിതാബ്, നിങ്ങൾക്കിറക്കി തന്നു. ആർക്ക്? നബിക്ക്. അൻസൽനാ ഇലൈക ദിക്റ, ആയത്ത്. താങ്കൾക്ക് നാം ഈ ഖുർആൻ ഇറക്കി തന്നു. ലിതുബയ്യിന ലിന്നാസി, താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, റസൂലുള്ള ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. ഇതാണ് വിഷയം. അതുകൊണ്ട് ഖുർആൻ എന്തിനുള്ളതാണ്? വിശദീകരിച്ചു കൊടുക്കാൻ. ആരാ വിശദീകരിക്കേണ്ടത്? ആരാ? റസൂലുള്ളാഹി. റസൂലുള്ള ആർക്കാ വിശദീകരിച്ചത്? സഹാബിമാർക്ക്. അതുകൊണ്ട് സഹാബിമാർ ഖുർആനെ നബിയിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ. ഇപ്പൊ പുസ്തകം വായിക്കരുതേ, അടച്ചു വെക്കാം. പുസ്തകം കഴിഞ്ഞോ? വിതരണം ചെയ്തോ? അപ്പോൾ വിശദീകരിച്ചു കൊടുത്തത് സഹാബിമാർക്കാണ്. സഹാബിമാര് ഖുർആനെ എങ്ങനെ മനസ്സിലാക്കിയോ ആ രീതിയിൽ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ പെസക് പറ്റാതെ മുന്നോട്ട് നീങ്ങാം. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പെസക് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുകൊണ്ട് അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞു, അത്തിയുല്ലാഹ വർ റസൂല, റസൂലിനെ അനുസരിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം. 19 സ്ഥലത്ത് ഒരുമിച്ച് പറഞ്ഞു അത്തിയുല്ലാഹ വർ റസൂല.
എവിടെ? ഖുർആനിൽ. അള്ളാഹിനെ അനുസരിക്കണമെന്ന് മാത്രം പറഞ്ഞ ഒരു സ്ഥലവുമില്ല. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എന്ന് പറഞ്ഞു. ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആർക്ക് ചെയ്താലും കാഫറായി പോകും. എന്നാൽ അള്ളാഹുവിനെ മാത്രം അനുസരിച്ചാൽ ഒരാൾക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല. റസൂലിനെ അനുസരിച്ചേ പറ്റൂ. റസൂലിനെ അനുസരിക്കാത്തവൻ അവിശ്വാസിയാണ്, അമുസ്ലിമാണ്, നിഷേധിയാണ്. റസൂലിനെ അനുസരിക്കാതെ ഒരാൾക്കൊരു ദിവസം മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ റസൂലിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണമെങ്കിലോ അള്ളാഹിനെ അനുസരിക്കണം. അത് രണ്ടും വേണം, നിരുപാധിക നിർബന്ധമാണ്. ജമാഅത്ത് സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിനെ മാത്രം അനുസരിച്ച് ജീവിച്ച ഒരാളുടെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം അനുസരിച്ച് ജീവിച്ച ഒരാളെ പേര് പറയാമോ? ഇല്ല. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ച എത്ര ആളെ പേര് വേണം? 1.25 ലക്ഷം അംബിയാ മുർസലുകൾ, അവരുടെ കോടിക്കണക്കിന് സഹാബിമാർ, സത്യവിശ്വാസികൾ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ അനുസരിക്കണം. മുടി മുതൽ അടിവരെ, എവിടെ? മുടി മുതൽ അടിവരെ അനുസരിക്കണം. എല്ലാ ഫർളുകളും എല്ലാ സുന്നത്തുകളും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും. ഒരു ദിവസം 80ഓളം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഒരു വർഷത്തിൽ 179 സുന്നത്ത് ഫർളും സുന്നത്തും അടക്കം 179 നോമ്പുകളുണ്ട്. എല്ലാം കഴിയുന്ന പരമാവധി നിർവഹിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുടി മുതൽ അടിവരെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ആരാധനയിലും അനുഷ്ഠാനത്തിലും നോട്ടത്തിലും നീക്കത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാം എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ദിക്റുകൾ, ദുആകൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, സൽക്കർമ്മങ്ങൾ, സുകൃതങ്ങൾ, അങ്ങനെ. അപ്പോൾ ഈ അറിവ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാളൊരു കാര്യം മനസ്സിലാക്കി പോകുന്ന വഴിക്ക് ഒരു മുള്ളുണ്ട്, ഇതാ മുള്ള് എന്ന് പറഞ്ഞു. അപ്പൊ അതൊരറിവാണ്. എന്താ? ആ മുള്ള് തട്ടാതെ നമ്മൾ നീങ്ങിപ്പോയി. ഒരറിവാണ്, ഉപകാരം കിട്ടി, അല്ലേ? ഒരു പാമ്പുണ്ട് എന്ന് പറഞ്ഞു, വിഷപ്പാമ്പ്. ആ അറിവ് നമുക്ക് കിട്ടിയാലോ നമ്മൾ മരിക്കുന്നതിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്, അല്ലേ? ആണ്. ഒരു വലിയ രോഗത്തിന് മരുന്ന് കണ്ടെത്തിയാൽ നമ്മൾ രക്ഷപ്പെടുന്നത് മരണത്തിൽ നിന്നാണ്, അല്ലേ? എയ്ഡ്സിന് മരുന്ന് കണ്ടെത്തിയാൽ ലക്ഷക്കണക്കിന് ആൾക്കാര് മരണത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്, അല്ലെ? അപ്പൊ അറിവ് വലിയതുണ്ട്, ചെറിയതുണ്ട്, അല്ലെ? ഇസ്ലാമിന്റെ അറിവ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഇസ്ലാമിന്റെ അറിവ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതുകൊണ്ടാണ് അത് കച്ചവടമാണെന്ന് പറഞ്ഞത്. സൂറത്തു സഫ്, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ. ഒരു കച്ചവടത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വ്യാപാരമാണ്. എന്താ കൊടുക്കുന്നത്? മനുഷ്യന്റെ ശരീരവും സമ്പത്തും. എന്താ കിട്ടുന്നത്? സ്വർഗം. കൊടുക്കുന്നത് എന്താ? സമ്പത്തും ശരീരവും. കിട്ടുന്നത് എന്താ? സ്വർഗം. കച്ചവടത്തിലെ ഇടനിലക്കാരനാരാ? അള്ളാഹു. വ്യാപാരം ആരുമായിട്ടാണ്? അള്ളാഹുമായിട്ടാണ് വ്യാപാരം. ഇന്നല്ലാഹ ഇശ്തറാ. ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ഇശ്തറാ. അല്ല വാങ്ങി, അള്ളാഹു വാങ്ങി. തരുന്നത് എന്താ? സ്വർഗം. എന്താ വാങ്ങിയത്? അള്ള തന്നെ നമുക്ക് തന്ന ശരീരം, അള്ള തന്നെ നമുക്ക് തന്ന സമ്പത്ത്. നമ്മൾ കള്ളനോട്ടടിച്ചതാ? ആണോ? അല്ല. നമ്മൾ എങ്ങനെ ഉണ്ടായി? അള്ളാഹു നമുക്ക് ജന്മം നൽകി. യുമീതുനി വയുഹീൻ. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ്, അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത്? മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. ആ അള്ളാഹുവാണ് നമ്മുടെ കയ്യിൽ നിന്ന് അള്ളാഹുവിൻ്റെതായ, അള്ളാഹുവിന്റെ സൃഷ്ടിയായ നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും വിലക്ക് വാങ്ങിയിട്ട് നമുക്ക് സ്വർഗം തരുന്നത്. അള്ളാഹു എത്ര വലിയ മുതലാളിയാണ്, ഉദാരനാണ്. അള്ള തന്നെ തന്നതാണ്, അതവൻ വാങ്ങുകയാണ് നമ്മളോട്. മുഴുവൻ വാങ്ങണ്ടോ? ഉറങ്ങണ്ടെന്ന് പറയുന്നുണ്ടോ? കളിക്കണ്ട, കുളിക്കണ്ട എന്ന് പറയുന്നുണ്ടോ? കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നുണ്ടോ? കച്ചവടം വേണ്ട, കൃഷി വേണ്ട, കാട്ടുപോയിക്കോന്ന് പറയുന്നുണ്ടോ? കന്യാസ്ത്രീയാകാൻ പറഞ്ഞോ? സൂഫിയാകാൻ പറഞ്ഞോ? ഇല്ല. കളിച്ചോ, ചിരിച്ചോ, കല്യാണം കഴിച്ചോ, സുഖമായി ജീവിച്ചോ, മക്കള്, മാതാപിതാക്കൾ എല്ലാം ഉണ്ട്. കൂട്ടത്തിൽ ഇബാദത്ത്. സമ്പത്തുണ്ടായാലോ
തിന്നാം, കുടിക്കാം, കഴിക്കാം, ഉടുക്കാം, വാഹനം, വസ്ത്രം, വീട് ഒക്കെയാകാം. കൂട്ടത്തിൽ സകാത്തും സദഖയും. അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രം സമ്പാദിക്കുക, ചെലവാക്കുക. സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്. സ്ത്രീധനമുള്ള വിവാഹത്തിൽ പങ്കെടുക്കരുത്. ആ വൃത്തികെട്ട ഭക്ഷണം കഴിക്കരുത്. ഓളവാപ്പാന്റെ കണ്ണുനീരിൽ വിയർപ്പിൽ കുതിർന്ന ഓക്കാനിക്കാൻ വരുന്ന, ഛർദിക്കാൻ വരുന്ന ആ വൃത്തികെട്ട ഭക്ഷണം കഴിക്കരുത്. പലിശ, കൈക്കൂലി ഭക്ഷണം കഴിക്കരുത്. അപ്പോ അത്രേ പറഞ്ഞുള്ളൂ. അല്ലെ? അള്ളാഹു വാങ്ങി അള്ളാഹു തിരിച്ചു തരുന്നു സ്വർഗം. ആ കച്ചവടം, ഇതിൽ നമ്മൾ പങ്കെടുക്കണം. ഈ അറിവാണ് നമ്മൾ നേടേണ്ടത്. അപ്പോൾ നമ്മുടെ മക്കൾ എവിടെയാ പഠിക്കുന്നത്? എന്താ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? അവർക്കതുകൊണ്ട് പരലോകം കിട്ടുമോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ആണോ? ളുഹ്ർ നിസ്കരിക്കണം എന്ന് പഠിച്ചു. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ളുഹ്ർ നിസ്കാരമുണ്ടോ? മൂത്രമൊഴിച്ചാൽ കഴുകാൻ പറ്റുന്നുണ്ടോ? അസറുണ്ടോ? ഉണ്ടോ? നമ്മുടെ മക്കൾ എവിടെയാ അസർ നിസ്കരിക്കുന്നത്? എപ്പോഴാ അസർ നിസ്കരിക്കുന്നത്? എപ്പോഴാ അസർ നിസ്കരിക്കുന്നത്? അസർ സമയത്ത് നിസ്കരിക്കണ്ടേ? അല്ലേ? മക്കൾ നരകത്ത് പോകാൻ വേണ്ടി വാപ്പ എന്ത് പറയും? ഇപ്പൊ വിളിക്കണ്ട കുട്ടിയെ, ഇപ്പൊ കുട്ടിയെ വിളിക്കണ്ട, സുബഹിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തിനു വേണ്ടിയിട്ട്? മക്കൾ നരകത്ത് പോകാൻ വേണ്ടി. ആണോ? നമ്മുടെ മക്കൾ കഴിക്കുന്ന ഫുഡ് എന്താ? എഡ്യൂക്കേഷൻ ലോൺ എടുത്ത ഹറാമായ ഭക്ഷണമാണോ? ആണോ? ചിന്തിക്കണം. അതുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതിന് പറ്റുന്ന വിദ്യാഭ്യാസം നേടണം. അതിന് പറ്റുന്ന വിദ്യാഭ്യാസം നേടണം. ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്താണ്? പരലോകവും ഇഹലോകവും കിട്ടുന്ന വിദ്യാഭ്യാസം. അതേതാന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതേതാന്ന് ആലോചിച്ച് നോക്കി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയെ നമുക്കിവിടെ ഓർക്കാം. സൂറത്തു ത്വാഹ മറിച്ച് നോക്കുക. അല്ലേ? മൂസാ നബിയുടെ ഉമ്മ മുല കൊടുത്തിട്ട് കാശ് വാങ്ങി, ശമ്പളം വാങ്ങി. ആർക്ക് മുല കൊടുത്തിട്ട്? സ്വന്തം കുട്ടിക്ക്. അല്ലേ? കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് മുലയൂട്ടിയത് സ്വന്തം ഉമ്മയാണ്. പക്ഷേ ശമ്പളം ആര് കൊടുത്തു? ഫിറോൻ കൊടുത്തു. ഇതാണ് അറബിക് കോളേജ് വിദ്യാഭ്യാസം. ഒന്ന് എഴുതിക്കേ. ഇതാണ് അറബിക് കോളേജ് വിദ്യാഭ്യാസം. ശമ്പളം കൊടുക്കുന്നത് ആരാ? ഗവൺമെന്റ്. അറബിക് അധ്യാപകർക്ക് സ്കൂളില്, കോളേജില്, ആർട്സ് കോളേജില്, അറബിക് കോളേജില് ഉള്ള അറബിക് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? ഗവൺമെന്റ്. പുസ്തകാര അച്ചടിക്കുന്നത് ഗവൺമെന്റ്. സിലബസ് ഏതാ? ഗവൺമെന്റ്. പരീക്ഷ ഏതാ? ഗവൺമെന്റിൻ്റെത്. അല്ലെ? എല്ലാം ഗവൺമെന്റതാണ്. ഇല്ലേ? എന്നാ പരലോകം കിട്ടുന്നത്. എന്താ പഠിക്കുന്നത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. ഖുർആന്, സുന്നത്ത്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ പഠിക്കുന്നു. എന്തിന്റെ? ഏത് രീതിയിൽ? ഭാഷാ സാഹിത്യത്തിന്റെ പേരിൽ. അല്ലേ? പഠിക്കുന്നു. ആളുകൾക്ക് സ്വർഗം വാങ്ങാം. അതുകൊണ്ട് എല്ലാവരും ഒരു മകനെ അറബിക് കോളേജിലേക്ക് പറഞ്ഞു. അവർ നമ്മുടെ രോഗം ചികിത്സിക്കട്ടെ. ഡോക്ടർ നമ്മുടെ മോനായാലും ആരാന്റെ മോനായാലും നമ്മുടെ രോഗം മാറും. വേണ്ടേ? അത് രാമൻ ഡോക്ടറായാലും ജോസഫ് ഡോക്ടറായാലും മേരി ഡോക്ടറായാലും പറ്റും. അല്ലെ? ഖത്തീബ് സെയിന്റ് പോൾ ആന്റണി പറ്റുമോ? ഇല്ല. മതം പ്രസംഗിക്കാൻ, മതം പഠിപ്പിക്കാൻ, മദ്രസയിൽ പഠിപ്പിക്കാൻ ജോസഫ് ഏട്ടൻ പറ്റുമോ? ഇല്ല. രാമൻ നമ്പൂതിരി പറ്റുമോ? ഇല്ല. പിന്നെന്ത് വേണം? അത് നമ്മുടെ മോനാകണം. അവിടെയാണ് സെലക്ഷൻ. മൂസാ നബിയുടെ ഉമ്മയാകണം നമ്മൾ. മൂസാ നബിയുടെ ഉമ്മയാകണം നമ്മൾ. അറബിക് കോളേജിലേക്ക് മക്കളെ പറഞ്ഞയച്ചു. ശരി, ഈ അറിവ് നേടിയില്ലെങ്കിൽ എന്തുണ്ടാകും? അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 1 സൂറത്ത് മുൽക്ക് 7, 8, 9, 10, 11 വേഗം എഴുതുക. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തുഫൂർ തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا